നമസ്കാരം. ആശങ്കകൾക്കൊടുവിൽ ആ 10 വയസ്സുകാരൻ അനോഷ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പാമ്പ് കടിയേറ്റ് 18 ദിവസത്തെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അനോഷ് കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന പ്രിയ അനുജൻ അൽജോയുടെ വേർപാട് ആ കുടുംബത്തിനും നാടിനും ഇന്നും തീരാ നോവാണ്. കഴിഞ്ഞ മാസം 19-നാണ് ഉറങ്ങിക്കിടക്കുന്നതിടെ മറ്റത്തൂർ കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോയുടെ മക്കളായ അനോഷിനും അൽജോയ്ക്കും പാമ്പ് കടിയേറ്റത്. കൂടാതെ ഗുരുതരാവസ്ഥയിലായിരുന്ന അനോഷ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ മരണത്തെ അതിജീവിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം കൊരട്ടിയിലെ ബന്ധവിട്ട വിശ്രമത്തിലായിരുന്ന അനോഷ് കഴിഞ്ഞ ദിവസമാണ് സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തിയത്. മടക്കിയ യാത്രയിൽ അൽജോ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെത്തി പ്രിയ അനുജന്റെ കല്ലറിൽ അനോഷും കുടുംബവും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയും നാട്ടുകാരും അവർക്കൊപ്പം ചേർന്നു. അമ്മ ജോൺസി, സഹോദരി ഏഞ്ചൽ, ബന്ധുക്കൾ എന്നിവർക്കൊപ്പമാണ് അനോഷ് വീട്ടിലേക്ക് എത്തിയത്. അൽജോ ഇല്ലാത്ത വീട്ടിലേക്ക് വേദനയോടെയാണെങ്കിലും കളിക്കൂട്ടുകാരനായ ആന്റോയും നീരജും എത്തിയതോടെ അനോഷ് അത് ചെറിയൊരു ആശ്വാസമായി. വീട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കുടുംബം താമസം പുനരാരംഭിച്ചിരിക്കുന്നത്. തറയിലെ ദ്വാരങ്ങളും എയർഹോളുകളും പൂർണ്ണമായും അടച്ചു. വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് വീടിന്റെ പരിസരം ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അജയുടെ സ്മരണാർത്ഥം ഇന്ന് രാവിലെ 10:30-ന് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ അനുസ്മരണ കുർബാനയും നടക്കും. അനോഷിനെ ചേർത്ത് പിടിക്കുമ്പോഴും സിൽജോയുടെയും ജോൺസിയുടെയും കണ്ണുകളൊക്കെ തന്നെ തിരയുന്നത് അൽജോയെ തന്നെയാണ്. ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വീടിന്റെ ഓരോ കോണും അവർ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. തറയിലെ ചെറിയ ദ്വാരങ്ങളും ജനാലകളും എയർഹോളുകളും വരെ സിമന്റ് ഇട്ടടച്ചു. വനം വകുപ്പിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീടിന് ചുറ്റും പടർന്നു കിടന്ന കാടുകളാണ് വെട്ടിത്തെളിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കൊരട്ടിയിലെ ബന്ധവീട്ടിലായിരുന്ന കുടുംബം വലിയൊരു ഭയത്തെ മറികടന്നുകൊണ്ടാണ് വീണ്ടും ഇവിടേക്ക് താമസം മാറിയിരിക്കുന്നത്. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട അനുജന്റെ അസാന്നിധ്യം അവനെ തളർത്തുന്നുണ്ട്. കളിക്കൂട്ടുകാർ എത്തുമ്പോൾ മാത്രമാണ് അവനിൽ ചെറിയൊരു പുഞ്ചിരി വിരുന്നത്. ഈ പാമ്പ് കടിയിട്ട് മരിച്ച തന്റെ അനിയൻ അൽജോ കൂടെയില്ല എന്ന കഠിനമായ സത്യം അറിയാതെയായിരുന്നു ആശുപത്രിയിൽ ആ കുരുന്ന് പുഞ്ചിരിച്ചു കൊണ്ടുനിന്നത്. എന്നാൽ ആ കുരുന്നിനെയും മാതാപിതാക്കളുടെയും ആശ്വാസ ചിരിയെ പോലും ക്രൂരമായി വിചാരണ ചെയ്യുന്ന അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ എത്തുകയും ചെയ്തിരുന്നു. അനിയൻ മരിച്ചിട്ടും ഇവൻ എങ്ങനെ ചിരിക്കുന്നു? ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഇത്ര സന്തോഷമോ? ഇതൊക്കെയാണ് കമന്റുകളായി പടച്ചുവിടുന്നത്. എന്നാൽ അവർ പോലും അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങളായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ഒരു കുഞ്ഞിനെ മണ്ണ് മൂടിയിട്ട് വരുന്നത് മാതാപിതാക്കളുടെ ഹൃദയം തകർത്തുകൊണ്ടാണ്. പക്ഷേ ബാക്കിയായ ആ മകന് കൂടി തളർന്നു പോകാതിരിക്കാൻ ആ മാതാപിതാക്കൾക്ക് ചിരിക്കാതെ വയ്യ എന്ന അവസ്ഥയായിരുന്നു. ഉള്ളുരുകി കരയുമ്പോഴും തന്റെ മകൻ ആത്മവിശ്വാസം നൽകുവാൻ ശ്രമിക്കുന്ന ആ അമ്മയെയായിരുന്നു സോഷ്യൽ മീഡിയ സ്നേഹമില്ലാത്തവളെന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചത്. അപകട മരണത്തിൽ തന്റെ മകളുടെ അവയവങ്ങൾ ദാനം ചെയ്ത ആലൻഷറിന്റെ മാതാപിതാക്കളെ വേട്ടയാടിയ അതേ മനസ്ഥിതി തന്നെയായിരുന്നു ഇവിടെ വിധികർത്താക്കളായി വന്നത്. ഒരു ദുരന്തം അനുഭവിച്ചവർ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കണമെന്ന് വാശി പിടിക്കുന്ന മനോഭാവത്തോട് കേരളം പ്രതികരിക്കേണ്ടതുണ്ട്. പാമ്പ് കടിയേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനോഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും ഒരു നാടിന്റെ പ്രാർത്ഥനയും കൂടിയാണ്. അവൻ തന്റെ പ്രിയപ്പെട്ട താരം മെസ്സിയെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും ഒക്കെ അവിടെ ആശുപത്രിയിൽ വാ തുറന്ന് സംസാരിച്ചതുപോലും ആ ആശ്വാസം കൊണ്ടായിരുന്നു.